നമസ്കാരം. വ്യാജ ഐഡിയിൽ നിന്നും സന്ദേശം. ഒടുവിൽ നിശ്ചയിച്ച കല്യാണം മുടങ്ങി. വധുവിൻ്റെ വീട്ടുകാർ സങ്കടത്തിൽ. വ്യാജ ഐഡിയിൽ നിന്നും സന്ദേശം കിട്ടി. വധുവിനെതിരെ രംഗത്തെത്തി വരൻ്റെ വീട്ടുകാർ. കൂട്ടത്തിൽ വധുവിൻ്റെ കല്യാണവും മുടങ്ങി. വരൻ്റെ വീട്ടുകാർ വധുവിനെതിരെ മറ്റ് ആരോപണങ്ങളും ഉന്നയിച്ചു. ഇരു വിഭാഗങ്ങളും തമ്മിൽ ചൂടേറിയ തർക്കത്തിലേക്ക് നയിച്ചു. ബിജ്നോർ ജില്ലയിലാണ് സംഭവം. വ്യാജ ഇൻസ്റ്റഗ്രാം ഐഡിയിൽ നിന്ന് അയച്ച വിവാദ സന്ദേശം ഒരു വിവാഹ ആഘോഷത്തെ ദാരുണമാക്കി മാറ്റി. വിവാഹ ആഘോഷയാത്ര എത്തുന്നതിന് 18 മണിക്കൂർ മുൻപ് വരൻ്റെ പക്ഷം വിവാഹം കഴിക്കാൻ വിസമ്മതിക്കുക മാത്രമല്ല, വധുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. ഇത് വധുവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചു. ബിജ്നോറിലെ നാഗിനയിൽ ഇബ്രാഹിംപൂർ ഗ്രാമത്തിൽ താമസിക്കുന്ന ഫിറോസ് ആലം ഡൽഹിയിൽ ഒരു ബിസിനസ് നടത്തുന്നു. തൻ്റെ മകൾ നാസീഷിൻ്റെയും നാഗിന നിവാസിയായ റിയാസുദ്ദീൻ അൻസാരിയുടെയും വിവാഹം അദ്ദേഹം ഉറപ്പിച്ചിരുന്നു. പക്ഷേ വിവാഹ നിശ്ചയം ഇതിനകം നടന്നിരുന്നു. സ്ത്രീധനത്തിൻ്റെ ഭൂരിഭാഗവും വരൻ്റെ വീട്ടിലേക്ക് ഓൾറെഡി അയച്ചിട്ടും ഉണ്ടായിരുന്നു. നവംബർ 24 റിയാസുദ്ദീൻ വിവാഹ ആഘോഷയാത്രയുമായി നാഗിനയിലെ ബാങ്കറ്റ് ഹാളിൽ എത്തേണ്ടതായിരുന്നു. പക്ഷേ ഫിറോസ് ആലം വിവാഹത്തിനായി ബുക്കും ചെയ്തിരുന്നു. എന്നിരുന്നാലും ഒരു ദിവസം മുമ്പ് ഒരു വ്യാജ ഇൻസ്റ്റഗ്രാം ഐഡിയിൽ നിന്ന് പെൺകുട്ടിയെക്കുറിച്ചുള്ള ചില അപകീർത്തികരമായ സന്ദേശങ്ങൾ വരൻ്റെ മൊബൈൽ ഫോണിലേക്ക് അയച്ചു. കൂടാതെ വിവാഹാഘോഷയാത്ര കൊണ്ടുവരരുതെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതിനെ തുടർന്ന് വിവാഹ ആഘോഷയാത്രയ്ക്ക് 18 മണിക്കൂർ മുൻപ്, അതായത് 23-ാം തീയതി രാത്രി, വരൻ്റെ പക്ഷം വധുവിൻ്റെ വീട്ടിലെത്തി. ഈ വ്യാജ ഐഡിയിൽ നിന്നും മകളെക്കുറിച്ച് അപമാനകരമായ സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും വിവാഹ ആഘോഷയാത്ര കൊണ്ടുവരരുതെന്നും ഭീഷണിപ്പെടുത്തിയെന്നും പറഞ്ഞു. പക്ഷേ IG വ്യാജമെന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർ ID വ്യാജമാണെന്ന് പ്രഖ്യാപിക്കുകയും കൂട്ടത്തിൽ വിവാഹം തകർക്കാൻ വേണ്ടി ഏതോ ദുഷ്ടൻ മകളെ അപകീർത്തിപ്പെടുത്തുകയാണെന്ന് വരൻ്റെ വീട്ടുകാരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ വരൻ്റെ വീട്ടുകാർ വധുവിനെതിരെ മറ്റ് നിരവധി ആരോപണങ്ങളും ഉന്നയിച്ചു. ഇത് ഇരുവിഭാഗങ്ങളും തമ്മിൽ ചൂടേറിയ ചർച്ചയ്ക്കും തർക്കത്തിലേക്കും നയിക്കുകയായിരുന്നു. വധുവിൻ്റെ പക്ഷം വരൻ്റെ പക്ഷവുമായി കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുകയും വ്യാജ ID ഉടമയെ കണ്ടെത്തി സത്യം പുറത്തു കൊണ്ടുവരാൻ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ ഫിറോസിൻ്റെ മകളുടെ സ്വഭാവത്തെക്കുറിച്ച് തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച വരൻ്റെ പക്ഷം വിവാഹ ആഘോഷയാത്ര കൊണ്ടുവരാൻ വിസമ്മതിച്ച് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ഇത് വധുവിൻ്റെ വീട്ടിൽ കുഴപ്പങ്ങൾക്ക് വലിയ കാരണമായി. വിവാഹ ആഘോഷയാത്രയ്ക്കുള്ള ഭക്ഷണം തയ്യാറാക്കുന്നതിനിടെ വധുവിൻ്റെ കുടുംബം ഭയങ്കര അസ്വസ്ഥരായിരുന്നു. വിരുന്ന് ഹാൾ ഇതിനകം അലങ്കരിച്ചിരുന്നു. എന്നിരുന്നാലും വരൻ്റെ കുടുംബം വിവാഹം കഴിക്കാതെ വിസമ്മതിച്ചു പോയപ്പോൾ ഈ സന്തോഷമെല്ലാം സങ്കടമായി മാറി. ഇതിനെ തുടർന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചു വധു. വരൻ്റെ ആരോപണങ്ങളിൽ മനം തൊന്ത് വധു ആത്മഹത്യക്ക് പോലും ശ്രമിച്ചു. എന്നിരുന്നാലും അവളുടെ കുടുംബം എങ്ങനെയോ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവളെ തടഞ്ഞു. പക്ഷേ അന്ന് മുതൽ പെൺകുട്ടിക്ക് ആശ്വാസം കിട്ടുന്നില്ല. അവളുടെ കുടുംബം ഞെട്ടലിലാണ് ഇപ്പോൾ വധുവിൻ്റെ പക്ഷം സ്ത്രീധനമായി നൽകിയ സാധനങ്ങളും പണവും വരൻ്റെ പക്ഷത്തു നിന്ന് ആവശ്യപ്പെടുന്നു. വരൻ്റെ പക്ഷം മകളെ അപകീർത്തിപ്പെടുത്തി വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അതിനാൽ ഈ വീട്ടിൽ വെച്ച് മകളെ വിവാഹം കഴിക്കേണ്ടെന്ന് തീരുമാനിച്ചതായും അവർ പറയുന്നു. പക്ഷേ ഇതുവരെ പരാതിയൊന്നും നൽകിയിട്ടില്ല അവർ പോലീസ് സ്റ്റേഷനിൽ. എന്നിരുന്നാലും വരൻ്റെ പക്ഷം തങ്ങളുടെ വസ്തുക്കൾ തിരികെ നൽകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അതേസമയം വിവാഹം തകർന്നതിനെ തുടർന്ന് കുടുംബത്തിൻ്റെ സന്തോഷം ദുഃഖമായി മാറിയിരിക്കുന്നു. ഇങ്ങനെയാണ് ഒരു ഇൻസ്റ്റഗ്രാം ഐഡിയിൽ നിന്ന് വ്യാജ വാർത്ത കാരണം ഒരു പെൺകുട്ടിയുടെ കുടുംബം തന്നെ താറുമാറായിരിക്കുന്നത്. ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ പകർത്തുന്ന നടപടികൾക്കെതിരെ കർശനമായ നടപടി വേണമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആരും അത് ചെവിക്കൊള്ളുന്നില്ല. പരാതി കൊടുത്തിട്ടും കാര്യമില്ലെന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ നാട്ടിലാണെങ്കിലോ അടിയുണ്ടാക്കി തകർത്തത് തന്നെ അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ദുരനുഭവം മറ്റാർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കൂട്ടത്തിൽ ഇങ്ങനെയുള്ള കൗതുക വാർത്തകൾക്കും മറ്റു വാർത്തകൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ചന്ദ്രജി, താങ്ക്സ് എ ലോട്ട്. താങ്ക് യു.